ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പ് പറഞ്ഞുതരാം. ചില ദിവസങ്ങളിൽ നമ്മൾ കടല കുതിർത്ത് വെക്കാൻ മറന്നു പോകലുണ്ടല്ലേ. നമ്മൾ രാവിലെ പുട്ടും കടലയിലും ഉണ്ടാക്കാന്നെല്ലാം വിചാരിക്കും, പക്ഷെ കടല വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നു പോകും. ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ കിടന്നാലായിരിക്കും ഓർമ്മ വരാം, പഠിച്ചോനെ കടല വെള്ളത്തിലിട്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മൾ കടല കുതിർത്ത് വെക്കാനെല്ലാം മറന്നു പോയാൽ ചെയ്യേണ്ട ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്യുക, രാവിലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കടല എടുത്തിട്ട് കാസറോളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ മൂടി വെക്കുക. 1 മണിക്കൂർ വെച്ചാൽ കുറച്ചും കൂടി നല്ലതാണ്. എന്നാലും ഒരു അരമണിക്കൂറെല്ലാം കൊണ്ട് നമുക്കിത് നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടും. വെള്ളം കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതാ 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്ക് കടലെല്ലാം നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടും. അപ്പോൾ കടല മാത്രമല്ല, ഇതുപോലെ നമുക്ക് ചെറുപയർ, ഗ്രീൻ പീസ്, വെള്ളക്കടല ഇതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ കുതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്തതും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് കേട്ടോ. നമ്മൾ കുക്കറിൽ കറി വെക്കുന്ന സമയത്ത് വിസിലിലൂടെ പുറത്തേക്ക് വരലുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ, നമ്മൾ കുക്കറിൽ എന്ത് വേവിക്കുന്നുണ്ടെങ്കിലും കുറേ വെള്ളം ഒഴിക്കരുത് കേട്ടോ. ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ കടലയാണ് വേവിക്കുന്നെങ്കിൽ കടല മുങ്ങുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ അറിയോ, നമ്മളിതിൽ എന്ത് വേവിക്കുന്നുണ്ടെങ്കിലും ഈ സ്ക്രൂ ഉണ്ടല്ലോ, ഈ കുക്കറിനെ കൈവരുന്ന സ്ഥലത്തുള്ള ഈ സ്ക്രൂവിൻ്റെ താഴെയായിട്ട് വേണം കേട്ടോ വേവിക്കാൻ. ചില ആൾക്കാർ ഇതിൽ നല്ലോണം കുത്തി നിറച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയെല്ലാം കുക്ക് ചെയ്യുമ്പോഴാണ് ഈ മൂടിൻ്റെ പുറത്തേക്ക് കൂടി ഈ വെള്ളമൊക്കെ പുറത്തേക്ക് വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് വിസിലിൻ്റെ പുറത്തേക്ക് വെള്ളം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കുക്കറിൽ ഇപ്പോൾ നമ്മൾ എല്ലാ സാധനവും ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് നിങ്ങൾ വേവിച്ച് നോക്കിയാട്ടെ, അതിൻ്റെ പുറത്തേക്ക് വെള്ളം വരാനുള്ള ചാൻസ് വളരെ കുറവാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് വിസിലടുപ്പിച്ച് കേൾപ്പിച്ചു തരാം. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ പുട്ട്, ചപ്പാത്തി ഇങ്ങനെയുള്ളതെല്ലാം ചൂടോടെ കാസറോളിൽ വെക്കുന്നുണ്ടെങ്കിലും കുറേ സമയം കഴിയുമ്പോൾ അത് കുറച്ച് ഹാർഡായി പോലുണ്ട്. പുട്ടെല്ലാം കല്ല് പോലെ ആയിപ്പോവും, അല്ലെങ്കിൽ ചപ്പാത്തിയെല്ലാം നല്ല ഹാർഡായി പോലുണ്ട്. അപ്പോൾ അതങ്ങനെ ആവാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കാസറോളിൽ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്താണോ ഇതിലേക്ക് വെക്കേണ്ടതെന്ന് വെച്ചാൽ അതൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലാക്കിയിട്ട് ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചാൽ എത്ര സമയം കഴിഞ്ഞാലും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇത് കിട്ടും കേട്ടോ. അപ്പോൾ ട്രൈ ആക്കാത്തവരാണെങ്കിൽ ട്രൈ ആക്കി നോക്ക്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്തത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും അതിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അതായത് നമ്മൾ മല്ലിയില ഇതിനെ എങ്ങനെ സൂക്ഷിച്ച് വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ചീഞ്ഞ് പോലുണ്ട്. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പറഞ്ഞു തരുന്നത്. മല്ലിയില എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ വേര് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ ഇലയിലെല്ലാം നല്ലോണം മണ്ണാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി ഇത് സ്റ്റോർ ചെയ്യേണ്ടത് ഇതുപോലത്തെ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാണ്. അപ്പോൾ കണ്ടെയ്നർ നമ്മൾ ആദ്യം തന്നെ തുടച്ചിട്ട് അതിൽ വെള്ളമില്ലാന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് വേണം നമുക്കിതിൽ ഒരു പേപ്പർ വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു പേപ്പർ വെക്കണം. അതുപോലെ തന്നെ നമ്മൾ മല്ലിയില വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലും ഒരു പേപ്പർ കൂടി വെച്ച് കൊടുക്കണം. അതായത് നമ്മളിതിൽ വെള്ളം തട്ടാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൽ വെള്ളം തട്ടുമ്പോഴാണ് മല്ലിയില പെട്ടെന്ന് തന്നെ കേടായി പോകുന്നത്. പിന്നെ കഴുകി വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കഴുകി വെക്കുന്നുണ്ടെങ്കിൽ നല്ലോണം ഡ്രൈ ആക്കിയിട്ട് വേണം വെക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണും താഴെ വീണ്, അപ്പോൾ അത് ആദ്യം ശരിക്കും എടുത്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, മല്ലിയില വെക്കുമ്പോൾ അതിൽ വെള്ളം തട്ടാത്ത രീതിയിൽ വെച്ചാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് എത്ര നാൾ വേണമെങ്കിലും വെക്കാൻ കഴിയും കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ 2 പേപ്പറെല്ലാം വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതുപോലെ നല്ലോണം ചുറ്റിയിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്തത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. അതായത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ ഡേറ്റ് എല്ലാം കഴിഞ്ഞാൽ പൗഡറെല്ലാം ഉണ്ടാവില്ലേ. ഇനിയിപ്പോൾ ഡേറ്റ് ഉള്ളതായാലും പ്രശ്നമൊന്നുമില്ല, പുതിയതായാലും പ്രശ്നമില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ടിപ്പ് നോക്കുന്നത്. അതായത്
നമ്മുടെ ബെഡിലും കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിലെല്ലാം ഇഷ്ടം പോലെ ഉറുമ്പ് ഉണ്ടാകലുണ്ട്. നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ച് ഭക്ഷണമെല്ലാം ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഈ ഉറുമ്പ് പൊടിയൊന്നും ഇടാൻ പറ്റൂല. അതേപോലെ തന്നെ ബെഡിൽ നമ്മൾ ചെറിയ കുട്ടികളെല്ലാം ഉള്ളവരാണെങ്കിൽ കുട്ടികളെല്ലാം ബെഡിൽ കിടത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉറുമ്പ് പൊടി ഇടാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു അവസരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പൗഡർ കേട്ടോ. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡേറ്റ് ഉള്ളതായാലും ഡേറ്റ് കഴിഞ്ഞതായാലും എന്തായാലും പ്രശ്നമില്ല. ഇത് നമുക്ക് ഉറുമ്പ് പൊടിനെക്കാട്ടിയും റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടിപ്പാണ് കേട്ടോ. എനിക്ക് നല്ലൊരു യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ബെഡിലൊക്കെ നമ്മൾ ഈ പൗഡർ ഇട്ടതിന് അപ്പം തന്നെ ഉറുമ്പിൻ്റെ അഡ്രസ്സ് പോലും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൽ എല്ലാ സ്ഥലത്തും നമുക്കിത് ഇടാൻ പറ്റും. പക്ഷേ എന്നാലും നമ്മൾ പ്രത്യേകിച്ച് ഈ ഉറുമ്പ് പൊടി ഇടാൻ പറ്റാത്ത സ്ഥലത്തെല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ട്രൈ ആക്കാത്തവരാണെങ്കിൽ ട്രൈ ആക്കി നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്തത് ചില ആൾക്കാർ ഈ ഷൂസെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ല് വരലുണ്ട്. അത് എല്ലാവർക്കും ഒന്നുമില്ല, എന്നാലും ചില ആൾക്കാർക്ക്, ചില കുട്ടികൾക്കും വലിയ ആൾക്കും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ കുറേ സമയം ഇട്ട് കഴിഞ്ഞാൽ ഈ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. അപ്പം നമ്മൾ ആ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. നമ്മളിടുന്ന സോക്സിലേക്ക് കുറച്ച് പൗഡർ ഇട്ടിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് സോക്സ് ഇട്ടതിന് ശേഷം നിങ്ങൾ ഷൂ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്മെല്ല് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ ഇത് അലർജീൻ്റെ എല്ലാം പ്രശ്നമുള്ളവരാണെങ്കിൽ അതെല്ലാം നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. എന്നാലും നമുക്ക് ആ ഒരു സ്മെല്ല് ഒരു പരിധി വരെ കുറക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഷൂസിൻ്റെ അകത്ത് നിങ്ങൾ പൗഡർ ഒരു പേപ്പറിലാക്കിയിട്ട് രാത്രി ഫുള്ളായിട്ട് ആ ഷൂസിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്താൽ ആ ഷൂസിൽ വരുന്ന ആ ഒരു സ്മെല്ലും കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.